ഗുഡ് ഈവനിങ്. അടുത്ത മൊഡ്യൂള് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ പാർട്സ് ആൻഡ് ടൈംസ്. ഡിവിഷൻ്റെ ബേസിക് കോൺസെപ്റ്റിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെയാണ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ 4 × 5 = 20 നമുക്കറിയാം. അപ്പോൾ 20 / 5 = 4 എന്ന് കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് ആ ടേബിൾ ഫോമിലവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പോകണ്ട. ബേസിക്കലി ആ ഒരു കാര്യം എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് പറയാനാണ്. ആ ഒരു ടേബിൾ കണ്ടല്ലോ പേജ് 40-ൽ. 20 is split into 5 equal parts. How much would each part be? 20നെ 5 ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും ഒരു പാർട്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കി, ഹൗ മെനി ടൈംസ് ഓഫ് 5 മേക്സ് 20? എത്ര 5 ആണ് 20 ആക്കുന്നത്? 4 ആണെന്ന് നമുക്കറിയാമല്ലോ. അതാണ് റിലേഷൻഷിപ്പ് പറയുന്നത്. അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് നിന്ന് വരണം. എന്നിട്ട് പേജ് 40-ലുള്ള എക്സാമ്പിളാണ് നോക്കേണ്ടത്. സിംഗിൾ ഡിജിറ്റ് നമ്പർ നോക്കുക. പേജ് 41-ൽ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം കൂടി. അതും എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അത് വന്നിട്ട് ഡോട്ട് ഇട്ടിരിക്കുന്നതൊന്നും നോക്കാതിരിക്കണം നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ലോങ് ഡിവിഷനിലേക്ക് പോവാണ്. ലോങ് ഡിവിഷനിലേക്ക് പോകുമ്പോൾ പേജ് 44 ഒന്ന് റെഫർ ചെയ്യണം. എങ്ങനെയാണ് ലോങ് ഡിവിഷനിലേക്ക് വരുന്നതെന്ന് പേജ് 44-ഉം പേജ് 45-ഉം നോക്കിയിട്ട് പിന്നെ നമുക്ക് ആ ലോങ് ഡിവിഷൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് വരികയെന്ന് പേജ് 47-ൽ ഒരു വലിയ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. അത് നോക്കിക്കഴിഞ്ഞിട്ട് അത്രയൊക്കെ ഏകദേശം മതിയാവും. അത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ റിമൈൻഡർ വരുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ പേജ് 48-ൽ 2-3 പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ ലോങ് പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് റിമൈൻഡർ വരുന്ന പ്രോബ്ലമാണ്. അത് എക്സാമ്പിൾസ് വെച്ച് നോക്കുക 48-ലും 49-ലും. എന്നിട്ട് പേജ് 50-ൽ പറ്റാവുന്നത്രയും പ്രോബ്ലം ചെയ്യുക. എല്ലാവരും നമുക്ക് പറ്റില്ല. അതിൽ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ലെവൽ അനുസരിച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുക. ചെറിയ കുട്ടികൾക്ക് 1-ും 2-ഉം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താ പറയുക, സിംഗിൾ ഡിജിറ്റ് മാത്രം മതി. മറ്റവർക്കാണ് സിംഗിൾ ഡിജിറ്റ് മാക്സിമം 2 ഡിജിറ്റ് വരെ മതി. മറ്റവർക്കാണ് കൂടുതൽ വേണ്ടത് കേട്ടോ. പേജ് 50-ൽ പ്രോബ്ലം വരെ പോകേണ്ടത്. അപ്പോൾ ആ രീതി ചെയ്യാം. ഓക്കെ, താങ്ക് യു.